നമസ്കാരം. ഗീതമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയും മുളകിട്ട മത്തിക്കറിയുമാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പ എടുത്ത് പൊളിച്ച് കൊത്തി അത് വൃത്തിയാക്കി കഴുകി അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിറച്ചും വെള്ളം ഒഴിച്ച് ഉപ്പ് വിട്ട് വെച്ചിരിക്കുവാണ്. ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വെന്ത് കഴിഞ്ഞു. കപ്പ വെന്ത് അതിൻ്റെ ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. കപ്പ ആവശ്യത്തിന് വെന്തു, പക്ഷേ നല്ലോണം ഉടച്ചിട്ടില്ല. ഇനി അതിനകത്ത് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10-12 ചുവന്നുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക് ചതച്ചത്, ഒരു 3 കഷ്ണം വെളുത്തുള്ളി ചതച്ചത് എല്ലാം ഒന്ന് ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. ഇനി അത് നമുക്ക് ഈ കപ്പയുടെ കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂടി കപ്പ കൊണ്ടൊന്ന് പൊതിഞ്ഞ് വെച്ച് ഒരു 1 മിനിറ്റ് ഒന്ന് വെക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ചുവയൊന്ന് മാറിക്കിട്ടാനാണ്. അതങ്ങനെ വെച്ച് ആ കപ്പ വെച്ച് തന്നെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ചമണം ഒന്ന് കുറയും. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. ആ വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട്. അത് 1-ാം പാല് 2-ാം പാലെന്നൊന്നും എടുത്തില്ല, വെള്ളം ഒഴിച്ച് പിഴിഞ്ഞങ്ങ് എടുത്തതേ ഉള്ളൂ. അത് ആ വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഉണ്ട്. കാര്യം ഈ പാൽക്കപ്പയെന്ന് പറയുന്നത് കുറച്ച് ക്രീമി ആയിട്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ സാധാരണ നമ്മൾ കപ്പ ഉഴയ്ക്കുന്ന പോലെ കട്ടിക്കല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി ഇത് ആ തേങ്ങാപ്പാൽ ഈ കപ്പയ്ക്കകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ തീ ഒരല്പം ഒന്ന് കുറച്ച് വെച്ചു. അപ്പോൾ ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കും ഇപ്പം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കപ്പ നല്ലോണം വെന്തിട്ടുമുണ്ട്. ഇനി ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് നേരം അത് ഇളക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂടി വെച്ച് വേവിക്കത്തില്ല. പിന്നെ അത് തുറന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതെ വെക്കരുത്. ഇളക്കാതെ വെച്ചാൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കപ്പ ഇങ്ങനെ കുത്തി പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ അത് എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് പാകമാകും. ആ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല കറക്റ്റ് ആ ഒരു ക്രീമി ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇത് കപ്പ എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാമല്ലോ. ഇതുപോലെ ക്രീമി ആയിട്ടിരിക്കണം. ഇനി ഇത് തണുക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് കട്ടയാവും. ഇനി അത് മാറ്റി വെച്ചിട്ട് ഒന്ന് താളിക്കണം. അതിനു വേണ്ടി നമുക്കൊരു ചെറിയൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇത് ചീനച്ചട്ടി വെച്ച് അതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം, വേറെ ഓയിലൊന്നും പറ്റത്തില്ല. വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലോട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഒരു 2-3 ചുവന്നുള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്. അതങ്ങോട്ട് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു ഗോൾഡൻ കളറാകുന്നവരെ അതൊന്ന് മൂപ്പിക്കണം. അത് മൂത്ത് വരുന്നുണ്ട്. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 3 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടു. ഇനി ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കത് ഈ പാൽക്കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതിന് ആ ഒരു താളിച്ചതിൻ്റെ ആ ഒരു നല്ല മണവും ഒക്കെ വന്നിട്ടുണ്ട്. ആ കടുകും കറിവേപ്പിലയും ഒക്കെ മൂത്തതിൻ്റെ ആ ഒരു നല്ല മണമൊക്കെ ഉണ്ട്. ഇനി ഒരല്പനേരം അത് അടച്ച് വെച്ചിട്ട് ആ മണം പോകാതെ ഒരു 5 മിനിറ്റ് അവിടെ അടച്ച് വയ്ക്കുക. അതൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി അത് കഴിയുമ്പം നമുക്ക് അടുത്ത പരിപാടി, അടുത്തത് നമ്മുടെ മത്തി വെക്കുക. അതിന് വേണ്ടി ഞാൻ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. 1/2 കിലോ മത്തി വൃത്തിയാക്കി എടുത്തിരിക്കുക. ഒരു 10 എണ്ണം ഉണ്ട്. ഒരുമാതിരി വലിയ മത്തിയാണ്. പിന്നെ
അതിനകത്തോട്ട് ഇനി നമുക്ക് വേണ്ടിയത് വെളുത്തുള്ളി. ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. അത് ചൂടായി അതിനകത്തോട്ടൊരൽപ്പം ഉലുവ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത് കടുക്. പിന്നെ അതിന് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു 4-5 പച്ചമുളകും എല്ലാം കൂടെ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അളവ് കാണിക്കാൻ വിട്ടുപോയി നിങ്ങളെ. ഒരു 10-15 ചുവന്നുള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അത് നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയൊരു തക്കാളിയാണ്. നമ്മളിതിന് പുളി ചേർക്കുന്നുണ്ട്, എന്നാലും തക്കാളി ചേർത്താൽ ആ മീൻ കറി ഒന്ന് കൊഴുത്ത് നല്ലൊരു നിറം, നല്ല റെഡ് കളറൊക്കെ വരും, ആ ഒരു കൊഴുപ്പും കൂടും. അതിനായിട്ടാണ്. പിന്നെ തക്കാളിയുടെ ഒരു ടേസ്റ്റും. ഇനി അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. അതിന് 2 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയുമാണ്. മീൻ കറിക്ക് നല്ല എരിവ് ആവശ്യമാണ്, അതുകൊണ്ടാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഉണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല ഒരു ഇച്ചിരി എരിവൊക്കെ ഉള്ള ഒരു കറിയാണ് മത്തിക്കറി. കപ്പയ്ക്ക് അധികം എരിവില്ല, പാൽക്കപ്പയ്ക്ക് അധികം എരിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ മത്തിക്കറി ഇച്ചിരി എരിവായിട്ട് എടുക്കണം എന്ന് തോന്നിയത്. അപ്പോൾ ഇനി നമുക്ക് ആ ഉള്ളിയൊക്കെ മൂത്ത് ഇനി നമുക്ക് ആ പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ പൊടി ഒന്ന് പെട്ടെന്ന് തന്നെ മൂക്കും. ചട്ടിയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പൊടി പെട്ടെന്ന് തന്നെ മൂക്കും. അപ്പോൾ നമുക്ക് ഞാനൊരു 2-3 കഷ്ണം പുളി കീറി പല കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 3 കഷ്ണം പുളി എടുത്തതാണ്. ആ വെള്ളത്തോടുകൂടി ആ പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെള്ളം പോരാ, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിനായി. ഉപ്പ് നേരത്തെ ചേർത്തിരുന്നു. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മത്തി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ വെള്ളമൊക്കെ നല്ലോണം തിളച്ചു. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് മത്തി ഇട്ട് കൊടുക്കാം. മത്തി പതുക്കെ പൊടിയാതെ എല്ലായിടത്തും ആകത്തക്ക പോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് ഒരു 10-12 മിനിറ്റ് വേവിക്കണം. മൂടി വെച്ച് ചെറിയ തീയിൽ വേവണം. ഇപ്പം മത്തിയെല്ലാം റെഡിയായി. മത്തിയൊക്കെ പെട്ടെന്ന് വേകും, അധികം വേവൊന്നുമില്ലല്ലോ. മത്തിയെല്ലാം റെഡിയായി, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. മത്തിയെല്ലാം വെന്ത് റെഡിയായി, കറി സൂപ്പറായി. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ചാലോ? ഞാൻ കപ്പയും മത്തിക്കറിയും കൂടെ എടുത്തിട്ടുണ്ട്, പാൽക്കപ്പയും മത്തിക്കറിയും കൂടെ. അപ്പോൾ നമുക്ക് ഇനി കഴിക്കാം. അപ്പോൾ താങ്ക് യു.